കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ പ്രചാരണ സമിതി പ്രഖ്യാപനത്തോടെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് വീണ്ടും സജീവമായിരിക്കുകയാണ്. AICC പ്രഖ്യാപിച്ച പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന ഹൈബിയുടെ എംപിയുടെ പരസ്യമായ അതൃപ്തി KPCC നേതൃത്വത്തെയും ഹൈക്കമാൻഡിനും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായ ശശി തരൂർ ഉപാധ്യക്ഷനായും ഷാഫി പറമ്പിൽ കൺവീനറായും എത്തിയ സമിതിയിൽ പാർട്ടിയുടെ ഡിജിറ്റൽ മുഖമായ ഹൈബിയുടെ വെറും ഒരു അംഗമായി ഒതുക്കിയത് ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഹൈബിയുടെ പരാതികൾ എറണാകുളം രാഷ്ട്രീയത്തിലും കേരളത്തിലെ യുവ പ്രവർത്തകർക്കിടയിലും വലിയ സ്വാധീനമുള്ള നേതാവാണ് ഹൈബിയുടെ. മുൻപ് VT ബൽറാമിനെ മാറ്റി ഹൈബി ഈഡന് KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല നൽകിയത് AICC നേരിട്ടിടപെട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിനെതിരായ ഡിജിറ്റൽ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഹൈബി ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ പ്രചാരണ സമിതി പുനഃസംഘടനയിൽ ഈ ഡിജിറ്റൽ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നേതാവിനെ തന്നെ തഴഞ്ഞത് വ്യക്തിപരമായ അവഗണനയായാണ് ഹൈബിയുടെ പറയുന്നത്. ഷാഫി പറമ്പലിനെ കൺവീനറാക്കി ഉയർത്തിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ സീനിയോറിറ്റിയിൽ ഷാഫിയേക്കാൾ മുന്നിലുള്ള ആളെ ബോധപൂർവം തഴഞ്ഞുവെന്നാണ് ഹൈബിയുടെ പ്രധാന പരാതി. യുവത്വത്തെയും ജൻസി വോട്ടർമാരെയും ആകർഷിക്കാൻ ഷാഫിയെയും തരൂരിനെയും മുൻനിരയിൽ നിർത്തുന്നതിൽ തെറ്റില്ലെന്ന് സമ്മതിക്കുമ്പോഴും ഡിജിറ്റൽ സെൽ തലവനായ തന്നെ എന്തിനു മാറ്റി നിർത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. തന്റെ പ്രവർത്തനങ്ങളിൽ ഹൈക്കമാൻഡ് അതൃപ്തരാണോ എന്ന പരോക്ഷ സന്ദേശമാണോ ഈ നീക്കമെന്ന് അദ്ദേഹം സംശയിക്കുന്നുമുണ്ട്.